VENT, വെന്റ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരണം എന്ന് നമ്മൾ ശ്രദ്ധിക്കാം. വി എന്ന് പറഞ്ഞാൽ വാലിഡേറ്റ്. വി എന്നത് വാലിഡേറ്റ്, അതായത് നമ്മൾ ശരിയാണെന്നങ്ങ് സമ്മതിച്ചു കൊടുക്കുക. പ്രണയത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്നത്തെ കുട്ടികൾ പ്രണയിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എന്താ ഒരു അച്ചടക്കമില്ലാത്ത പിള്ളേര്, വണ്ടിയിലൊക്കെ അങ്ങനെ എങ്ങനെയും, അതല്ല ഫോണിലൊക്കെ ഉള്ള സംസാരം എന്താണ്, ആ ഒരു രീതിയിൽ. പക്ഷെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഞാനും പ്രേമിച്ചിട്ടുണ്ട്. അപ്പോ അന്നൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഞങ്ങളൊക്കെ നല്ലൊരു അച്ചടക്കമുള്ളവരായിരുന്നു. ഒരാളെ കൊണ്ട് ഞങ്ങളൊന്നും പറയിപ്പിക്കില്ല. അപ്പോ നമ്മൾ ഈ പറഞ്ഞതില് കാലം മാറിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് അന്നത്തെ സിനിമ പാട്ടുകൾ. അന്ന് എന്തായിരുന്നു പാട്ടുണ്ടായിരുന്നത്? കരളതാപോലങ്ങൾ നുള്ളി നോവിക്കാതെ കഴുകാതെ ഞാൻ നോക്കി നിന്നു, അല്ലെ? കാരണം ഒരു പെൺകുട്ടിയെ നുള്ളി നോവിക്കാതെ സ്നേഹത്തോടെ നോക്കി നിന്നു. അതല്ലേ പ്രണയം. ഇതെന്താ ബൈക്കിലിട്ട് പറക്കലെന്താ? ഈ മൊബൈലിരുന്ന് ഏത് നേരം കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? അതൊക്കെയല്ലേ പ്രണയം? ഇതാണോ പ്രണയം? പക്ഷെ ഇപ്പത്തെ മാറി. ഇപ്പത്തെ പാട്ടെന്താ? കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ട പൊടി കണ്ട് കട്ടിപ്പൂടിടാ, അല്ലേ? അത് എത്ര പേര് വഴിയിലൊക്കെ പാടി നടക്കണം. ബസ്സിൽ പോകുമ്പോ ബസ്സിൽ പാടുന്നുണ്ട്. കാലം മാറി. നമ്മള് ഇത് ശരിയാണ് എന്ന് നമ്മളിപ്പോ അക്സെപ്റ്റ് ചെയ്യാം. അതാണ് വി എന്ന വാലിഡേറ്റ്. കാരണം ഒരു സമൂഹം മുഴുവനും പാടി നടക്കുന്ന ലെവലിലേക്ക് ആ പ്രണയത്തിന്റെ കോൺസെപ്റ്റ് മാറി. എല്ലാ കാര്യത്തിലും വരുന്നുണ്ട്. പക്ഷെ ഇത് നമ്മളെ വല്ലാതെ ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ്. ഒരു പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും, നമ്മളിതൊക്കെ ശരിക്കും അടിച്ചു പറയുന്ന സംഭവമാണ്. അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഈ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന്, ഇതാണ് ഇപ്പോഴത്തെ ശരിയെന്ന് നമ്മളത് അംഗീകരിക്കുക. അതാണ് വി എന്ന് പറയുന്നത്. അപ്പോ ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിക്കാം. കണക്ഷൻ വേണമെങ്കിൽ നമ്മളൊരു 2-3 കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. അതായത് ഒരിക്കലും ജഡ്ജ്മെന്റിലാവരുത്. ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. ആദ്യമേ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിങ്ങനെ ആയിരിക്കണം. അപ്പൊ ഐസ്ക്രീമിന്റെ കാര്യത്തിലാകുമ്പോ എന്താ പറയാ, പുലർച്ചെ 3 മണിക്ക് ഐസ്ക്രീം കഴിച്ചുകൂടാ. അതെന്താ, കഴിച്ചൊന്നും സംഭവിക്കില്ല. അഥവാ കുട്ടിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സമയത്ത് കഴിച്ച് വല്ലതും വരുവാണെങ്കിൽ അത് ആ കോൺസിക്വൻസ് പറഞ്ഞ ശേഷം അത് അവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരിക്കലും ജഡ്ജ്മെന്റിലോട് കൂടി കുട്ടിയെ അപ്രോച്ച് ചെയ്യരുത്. 2, ഒരിക്കലും ആ കുട്ടിക്കൊരു ഷെയ്മിങ് ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. പരിഹസിക്കുക, ബോഡി ഷെയ്മിങ് ഒക്കെ അതിൽ വരും. അതുപോലെ അവരെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിനൊന്ന് കളിയാക്കി തരം താഴ്ത്തി സംസാരിക്കുന്നത്, അതൊന്നും ഒഴിവാക്കാം. പിന്നെ വരുന്നത്, നമ്മൾ അവരുടെ റിയാലിറ്റിയെ ആൾട്ടർ ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ നമ്മളാണ് ശരിയെന്ന ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ്, കുട്ടികൾ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ അവരെന്തോ വായിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ കഴിഞ്ഞു. പിന്നെ TV കാണാൻ വന്നിരുന്നു. അപ്പൊ പറയാം, നാളെ എക്സാം അല്ലേ, പഠിച്ചു കഴിഞ്ഞോ? അപ്പൊ അവര് പറയാം, പഠിച്ചു കഴിഞ്ഞമ്മ. അതെന്താ, 1 മണിക്കൂറിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞോ? ഫുൾ പോർഷൻ ഉള്ളതല്ലേ, അതൊക്കെ ഇത്രയും പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞോ? ഒന്നുകൂടെ വായിക്കി, അവസാനം മാർക്ക് വരട്ടെ. നീ അത് പഠിച്ചോ, ഇത് ചെയ്തോ? അപ്പോ അവരെന്താ പറഞ്ഞത്, ഞാൻ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഭാഗമാണ്, അപ്പൊ നീ ഉദ്ദേശിക്കുന്ന എക്സാമിന് വരുന്ന എല്ലാ ഭാഗവും കവർ ചെയ്തു എന്ന് ഉറപ്പാണോ എന്ന രീതിയിൽ അവന്റെ ഭാഗത്തു നിന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. പകരം ഇത്രയും പെട്ടെന്ന് പഠിച്ച് കഴിയില്ലല്ലോ, ആനുവൽ എക്സാം ആണ്, ഫുൾ പോർഷൻ ആണ്, 1 മണിക്കൂർ കൊണ്ട് പഠിച്ച് കഴിയില്ല എന്ന് നമ്മളുടെ ഒരു മുൻവിധി ഉണ്ട് അവിടെ. അതിൽ നിന്നുകൊണ്ടാണ് നമ്മളവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ അവന്റെ ആൻസറിന്, അവന്റെ റിയാലിറ്റി, അതാണ് ശരിക്കും അവിടെ, അതാണ് അവൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞിരുന്നു ഈ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഒഴിവാക്കരുത്, അതെന്തായാലും നോക്കണം എന്ന് പറഞ്ഞു. ആ ഭാഗമൊക്കെ നോക്കിയിട്ടുണ്ട്,
ആൾറെഡി ഉള്ള കാര്യം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എക്സാം ഒക്കെ വന്നപ്പോൾ അതൊക്കെ നന്നായി നോക്കി തറവായ കാര്യമാണ്. അപ്പൊ ജസ്റ്റ് അതൊന്ന് രാവിലെ വായിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കുട്ടി പറയുന്നെങ്കിൽ അത് അവന്റെ റിയാലിറ്റിയാണ്. നമ്മൾ അതിനെയാണ് ആൾട്ടർ ചെയ്തിട്ട് നീ ഇനിയും പോയിരുന്നു പഠിക്കും, ഇനി മണിക്കൂറുകൾ ഇരുന്ന്, അപ്പൊ അവന് ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ഫോഴ്സ് ചെയ്യണം. അപ്പൊ ഇത്തരം 2-3 കാര്യം, അതേപോലെ സിന്ധു മാം പറഞ്ഞ പോലെ അവരെ നന്നായിട്ടൊന്ന് കേൾക്കുക, പൂർണ്ണമായിട്ടും അവരെ കേൾക്കുക. പിന്നെ ഈ പറയുന്ന ഡിസ്കഷനൊക്കെ നമുക്ക് ആവശ്യമാണ്. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു ഡിസ്കഷനൊക്കെ വേണമെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. വെന്റില് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുക, ഈ കാലത്തെ കുറിച്ച് നമ്മൾ അംഗീകരിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് VENTയില് ഇ എന്താണ്? എമ്പതി. ഇ ഫോർ എമ്പതി. എമ്പതിയില് 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. സാഡ്, മാഡ്, ഗ്ലാഡ്. സാഡ്, മാഡ്, ഗ്ലാഡ്. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം, മാഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് അല്ലെങ്കിൽ ദേഷ്യത്തിന് നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം, ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പൊ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ അവര് വിഷമത്തില് വരണം. അതായത് SSLC പരീക്ഷയിൽ കുട്ടി തോറ്റു. ആ തോറ്റിട്ട് വരുമ്പോ ഇവൻ തോൽക്കും നമുക്ക് നേരത്തെ അറിയാലോ. അവൻ അത്ര പഠിക്കണല്ലോ, അവൻ തോൽക്കുന്നത് ഞങ്ങൾക്ക് ആദ്യമേ അറിയാം. പക്ഷെ അവൻ റിസൾട്ട് നോക്കാൻ പോയതാണ്. അപ്പൊ ആ കുട്ടിയുടെ ഉള്ളില് പൊട്ട ഭാഗ്യത്തിന് ഞാൻ എങ്ങാനും ജയിച്ചിട്ടുണ്ടെങ്കിലോ, എനിക്ക് ജയിക്കാൻ എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടി ഞാൻ എങ്ങാനും പാസ്സായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അവൻ പോയി നോക്കിയിട്ടുണ്ടാവുക. തിരിച്ചു വരുമ്പോ ആ അവസാന പ്രതീക്ഷ അവന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. നമ്മളെന്താ പറയാ, അതിന് പഠിക്കണം. നീ പഠിച്ചിട്ടില്ലല്ലോ, നീ ഫോണും കുത്തിക്കൊണ്ടൊന്നുമല്ലേ, നീ ആ സമയത്ത് വണ്ടി എടുത്ത് പിള്ളേരോട് നടന്നല്ലേ, പിന്നെ തോൽക്കുന്നറിയാലോ. അതല്ല, സാഡാണ് അവന്റെ മൂഡെങ്കിൽ അതിന്റെ ഒപ്പം വിഷമമായില്ലേ. എത്രയോ പേര് ജയിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അവസരം ജയിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് സന്തോഷമായേനല്ലേ. അപ്പൊ അത് മോന് ഫെയിലായപ്പോ ഒരു വിഷമം ഉണ്ടല്ലേ. ഒരു വിഷമൊന്നുമില്ല, എന്നാലും എന്തോ ഒരു ചെറുതായിട്ട്. അപ്പൊ നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്, അവന്റെ ഒപ്പം നിൽക്കും. മാഡ് ആ ദേഷ്യത്തിലാണെങ്കിൽ അപ്പൊ നമ്മൾ പറയാ, നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ എന്തിനാ ഇത്രയും. ഇപ്പൊ ചിലപ്പോ ഫ്രണ്ട്സ്മാരുടെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകണം, അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് എടുത്തു, എനിക്കൊരു ഡ്രസ്സ് വേണം എന്നായിരിക്കും. അപ്പൊ നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് അവനെ മനസ്സിലാക്കിക്കൊണ്ട്, നിന്റെ ഫ്രണ്ട്സ്മാരൊക്കെ നല്ല ഡ്രസ്സ് ഇടുകയാണ്, അല്ലെങ്കിൽ അവരൊക്കെ ആ കളർ ഇടുമ്പോ എനിക്കും അതേ കളർ വേണമെന്നാണ് നീ പറയണത്, നിന്റെ ഈ പ്രായക്കാരുടെ ആഗ്രഹമാണ്, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പറയാം. ആദ്യം അവന്റെ ഫീലിങ്ങിനെ നമ്മൾ മെയിനായിട്ട് അഡ്രസ് ചെയ്യുക. അവനെ മനസ്സിലാക്കുന്നുണ്ട്, അവന്റെ വേദന തിരിച്ചറിയുന്നുണ്ട് എന്ന് അവനെ അഡ്രസ് ചെയ്യുക. പക്ഷെ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ദേഷ്യം കൂടി വരുന്നത്. ചോദിച്ചതും പൈസ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ദേഷ്യത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, സൗണ്ട് കുറവുണ്ടല്ലേ, ഒരു മിനിറ്റ്, സൗണ്ട് കുറവുണ്ടെന്ന് പറയണ്ടേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അവന്റെ ആ ദേഷ്യം വരാൻ കാരണം നമുക്ക് ചിലത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാതായത് കൊണ്ടായിരിക്കാം. പക്ഷെ ആ സാഹചര്യത്തെ കൂടി നമ്മൾ പറയണം. അപ്പൊ ആദ്യമേ എനിക്ക് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇതൊന്നും കിട്ടാതാകുമ്പോഴേക്കും നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നു എന്നൊന്നും പറഞ്ഞ അവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാതെ, നിന്റെ ദേഷ്യത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് പൈസ തരാത്തത് കൊണ്ടാണ്, പക്ഷെ നിന്റെ ആവശ്യം അതാണ്, അത് ന്യായമാണ്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ് എന്ന് നമുക്കത് വ്യക്തമാക്കി കൊടുക്കാം. ഇപ്പൊ ഗ്ലാഡ് ആണ്, ചെറിയൊരു വിഷയത്തിനായിരിക്കും ഒരു ചെറിയൊരു ചിത്രം വരച്ചിട്ടുണ്ടാവും, പെർഫെക്ഷൻ ഒന്നും ആയിരിക്കില്ല. ആ ചിത്രത്തിന് വേണ്ടി ആ കുട്ടി ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഓ, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണ്, അതിലിപ്പോ എന്താ ഉള്ളത്, ഇതൊക്കെ വലിയ ഒരു ബന്ധവും തോന്നുന്നില്ല എന്ന രീതിയിൽ അതിനെ നിസ്സാരമാക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, ആ എമ്പതി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരെ ആ ഫീലിങ്ങിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ്,
ഇങ്ങനെയുള്ള വികാരങ്ങൾ കുട്ടികൾ എമോഷൻസ് അവർ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം തന്നെ നിൽക്കുക. അതിന് ഫീൽ ഓഫ് ബെഞ്ച് എന്ന് പറയാൻ പറ്റും. അവരേത് ഫീലിങ്ങിലുണ്ടോ നമ്മൾ അതേ ഫീലിങ്ങിൽ അവരൊപ്പം നിൽക്കുക. വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ ആ വിഷമത്തിന്റെ ഒപ്പം നമ്മളും ആ വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിൽക്കുക. സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിൽ നമ്മളും അവരോട് പങ്കുകൊള്ളുക. ആഹാ, നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നമുക്ക് ഇന്ന ഭാഗങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്തിയ ഇതൊന്നുകൂടെ നന്നായിരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ അവരത് അംഗീകരിക്കും. ആദ്യമേ നമ്മൾ എന്ത് പറഞ്ഞു? അവരെ വർക്കിനെ അക്സെപ്റ്റ് ചെയ്തു. ആ ചിത്രം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കൂടി അവിടെ മോടി കൊടുക്കുകയാണെങ്കിൽ ഇന്ന ഭാഗങ്ങളിൽ ഇന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നുകൂടി നന്നാവും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി നമ്മളിൽ നിന്ന് വളരെയധികം ക്ലോസ് ആയി വരും. നമ്മളിലേക്ക് ഒരുപാട് ക്ലോസ് ആയി വരും. അവിടെയാണ് എംപതി. അപ്പൊ ഈ പറയുന്ന എമോഷൻസിന്റെ കൂടെ നമ്മൾ അവരൊപ്പം നിൽക്കുകയാണെങ്കിൽ അവര് നമ്മളിൽ നിന്ന് അകലാനുള്ള സാധ്യത കുറയും. അപ്പൊ ഇതിനിടയ്ക്ക് ഇനിയൊരു പോയിന്റ് പറയാം. അതായത് ഡ്രീമിനെ കുറിച്ച്. നമ്മൾ ആ വെന്റ് എന്ന പോയിന്റിലേക്ക് എമോഷൻസിന്റെ അവിടെ നിൽക്കുകയാണ്, എമ്പതിയിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഡ്രീം എന്ന ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തോന്നുന്നുണ്ടാവും എപ്പോഴും നമ്മൾ അവരുടെ പൊന്നാലെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ, നമുക്കിതെല്ലാം പ്രാക്ടിക്കൽ ആണോ എന്ന് നമുക്ക് തോന്നാം. നമുക്ക് ഡ്രീം ഒന്ന് നോക്കാം. DREAM. ഡ്രീം എന്ന് പറയുമ്പോൾ DREAM. ഡി എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച് ആൻഡ് ഡീപേഴ്സണലൈസ്. ഡിറ്റാച്ച് ആൻഡ് ഡീപേഴ്സണലൈസ്. ഡിറ്റാച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടുന്ന് വിട്ടുപോകേണ്ട സാഹചര്യം വരികയായിരിക്കും. കുട്ടി ദേഷ്യപ്പെടാണ്, നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നിന്റെ ദേഷ്യം മനസ്സിലാവുന്നുണ്ട്, നിന്നെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെയാണ് സാഹചര്യം എന്ന് പറയുമ്പോൾ കുട്ടി ഒട്ടും ഉൾക്കൊള്ളാതെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? മെല്ലെ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്കാം. അതായത് ഞാനാണ് ജയിക്കേണ്ടത് എന്ന വാശിയോടുകൂടി നമ്മളവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ? അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. പിന്നെ ഈ അമ്മ ഇങ്ങനെയാണ്, അമ്മ എപ്പോഴും അങ്ങനെയാണ്, അല്ലെ അച്ഛൻ ഇങ്ങനെയാണ് എന്ന് നമ്മളെ ആ നേരത്ത് അവര് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേദനിപ്പിക്കാൻ നോക്കും. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ പറയാ, ഇതെന്നെ കുറിച്ചല്ല. അവന്റെ ദേഷ്യത്തിൽ അവൻ എന്തോ പറയണ, പക്ഷെ ഇത് ആഴത്തിൽ എന്നെ കുറിച്ചല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നോക്കും. ഇതാണ് ഡിറ്റാച്ച് ആൻഡ് ഡീപേഴ്സണലൈസ്. നമ്മളെ പേഴ്സണലൈസ് ചെയ്യാതിരിക്കുക. അത് എന്നെ പറഞ്ഞല്ലോ, എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് നമ്മൾ അതിന് നമ്മളിലേക്ക് എടുക്കാതെ ഇതെന്നെ കുറിച്ചല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എണീറ്റ് പോവുക. 2, റെക്കഗ്നൈസ്. ഡ്രീമിലെ രണ്ടാമത്തെ പോയിന്റ് ആണ് റെക്കഗ്നൈസ്. കുട്ടികളെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവില് തന്നെ മനസ്സിലാക്കിയിട്ട് അവരെ അംഗീകരിക്കുക. ഇപ്പൊ അവര് പറയുന്നത് കാലത്ത് ആ മഞ്ഞില് അങ്ങനെ അങ്ങ് നടന്നു പോകുമ്പോ എന്തൊരു സുഖമാണ്. അപ്പൊ പറയാ, അയ്യേ ആ തണുപ്പിലൊന്നും നടക്കാൻ പറ്റില്ല, ജലദോഷം പിടിക്കും. അതല്ല നമ്മള് ലോജിക്കായിട്ടാണ് അപ്പൊ ചിന്തിക്കുന്നത്. നമ്മളെന്ത് ചെയ്യണം? അതെ, ആ മഞ്ഞും ആ ഒരു തണുപ്പും അതിലിങ്ങനെ നനഞ്ഞോണ്ട് നടക്കുക എന്ന് പറയുമ്പോ അതൊരു സുഖമാണ്. അപ്പൊ നമ്മൾ അവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ ഡ്രീമിലെ 6 എന്ന പോയിന്റ് പറയുന്നത് റെക്കഗ്നൈസ്. 3, എക്സ്റ്റിങ്വിഷ് ഈഗോ. ഡ്രീമിലെ 3ാമത്തെ പോയിന്റ് ആണ് എക്സ്റ്റിങ്വിഷ് ഈഗോ. എന്തെങ്കിലും പറയുമ്പോ അച്ഛനാടാ പറഞ്ഞത്, അച്ഛനാടാ പറയുന്നത്, നീ അത് കേൾക്കണം, അല്ലേ? ഞാൻ അമ്മയാണ് പറഞ്ഞത് അവിടെ. അതുപോലെ ഞാൻ ഇത്രയും പ്രായമുള്ളവളാ പറഞ്ഞത്. അവിടെ എന്താണ്? നമ്മുടെ ഈഗോ. ഞാൻ ഇത്രയും വയസ്സായ, ഇത്രയും അനുഭവമുള്ള, അല്ലെങ്കിൽ ഒരു അച്ഛനായ, അല്ലെങ്കിൽ ഒരു അമ്മയായ ഒരാളെ പറയുമ്പോ എന്തുകൊണ്ട് അനുസരിച്ചുകൂടാ? അവിടെ നമ്മുടെ ഈഗോയാണ്. ആ ഈഗോനെ നമ്മൾ ആദ്യം അങ്ങോട്ട് കെടുത്തിക്കളയാം. കാരണം അപ്പൊ സിനിമ പറഞ്ഞ പോയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമ്മൾ അവരുടെ ലെവലിലേക്ക് നിന്ന് അവരെ കേട്ട് ഈ പറയുന്ന ഈഗോ എല്ലാം ഫുള്ള് മാറ്റി നിർത്തിയിട്ട് അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക. ഡ്രീമില് DRE കഴിഞ്ഞു. ഇനി എ എന്നത് അപ്പോളഗൈസ് ആൻഡ് അക്കൗണ്ടബിൾ.
ചിലയിടത്ത് നമുക്കും തെറ്റ് പറ്റാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമ ചോദിക്കേണ്ടടുത്താണെങ്കിൽ കുട്ടികളോട് സോറി പറയുക. പിന്നെ അക്കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ ഞാനും ഈ തെറ്റിന്റെ ഭാഗമാണ്. അതായത് ഐസ്ക്രീമിന്റെ തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു സീസണിൽ കുട്ടിക്ക് വീട്ടിൽ സുഖമില്ലാത്ത കുട്ടി ഇരിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് ഐസ്ക്രീം വീട്ടിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അത് വാങ്ങാതിരിക്കേണ്ടതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. വാങ്ങി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ കൊണ്ട് വെച്ച ശേഷം നമ്മൾ അവിടെ റൂൾസ് പറയുന്നത് തെറ്റാണ്. അപ്പൊ ചിലയിടത്ത് സോറി പറയേണ്ട സിറ്റുവേഷനിൽ സോറി പറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഒരു തെറ്റില്ല. അതേപോലെ ആ ഒരു തെറ്റില് നമ്മളുടെ ഭാഗം ഉണ്ടെങ്കിൽ അതെ, അത് എന്റെയും കൂടെ തെറ്റാണ്, അവിടെ ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. ഡ്രീമിലെ ലാസ്റ്റ് വേർഡ് മെന്റ്. ചിലയിടത്ത് നമ്മൾ കുട്ടികളോട് നോ പറയേണ്ടി വരും. സ്നേഹത്തോടു കൂടി അവിടെ നോ തന്നെ പറയുക. എല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ചിലയിടത്ത് നോ പറയേണ്ടി വരും. അവിടെ സ്നേഹത്തോടു കൂടി നോ എന്ന് തന്നെ പറയാനും നമ്മൾ തയ്യാറാവണം. ചിലര് പറയും, എന്റെ കുട്ടി എന്ത് ചെയ്താലും അത് ശരിയാണ്, ഞാൻ ഒരിക്കലും നോ പറയാറില്ല, അവനെ വിഷമിപ്പിക്കാറില്ല, ഞാൻ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ് എന്ന് പറയുന്നത് ശരിയല്ല. ചിലയിടത്ത് നമ്മൾ നോ പറയേണ്ടതാണെങ്കിൽ സ്നേഹത്തോടു കൂടി അത് വേണ്ട എന്ന് നമ്മൾ തറപ്പിച്ച് പറയാൻ ശ്രദ്ധിക്കും. ഇനി നമ്മൾ പറഞ്ഞു വന്ന വെന്റിലേക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മൾ 2 കാര്യം പറഞ്ഞു, വാലിഡേറ്റും എമ്പതിയും. 3ാമത്തെ പോയിന്റ് ആണ് എന്ന് പറഞ്ഞത് നോർമലൈസ് ആൻഡ് ന്യൂട്രലൈസ്. നോർമലൈസ് എന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിന്, ഇപ്പൊ കുട്ടി രാവിലെ എണീറ്റതും അവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ പറയും? എഴുന്നേറ്റതും പല്ല് തേക്കണ്ടേ, കുളിച്ചിട്ടല്ലേ വരാൻ പാടുള്ളൂ, ഇതെന്താ രാവിലെ ഈ നേരമായിട്ടും കുട്ടി വെറുതെ അവിടെ ഇവിടെ നിന്ന് സമയം കളയണം. അതേപോലെ വെളിയിലിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടോ ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ആൾക്കാരോട് നമ്മൾ എന്താ പറയാ? അകത്ത് കയറുന്നതിന് മുമ്പ് കുളിച്ചിട്ട് കയറിയാൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമ്മളൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ഇതാണ് ശരിയെന്ന് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യാ? സാധാരണമായി കണ്ടാൽ മതി. ഓക്കെ, എണീറ്റത് അവൻ പല്ല് തേക്കില്ല, ശരി, അവൻ തേക്കട്ടെ, അവൻ അറിയാലോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോളേജിക്കോ അങ്ങനെ പോകുന്നതിന് മുമ്പ്. ഏകദേശം ഈ ഒരു ലെവലിലുള്ള കുട്ടികളിലാണ് അധികം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അവര് പറയുന്നത് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ എണീറ്റത് അവര് കുളിച്ചില്ല, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നു, ക്ലാസ്സിൽ നിന്ന് വന്നു, എന്നിട്ട് ഉടനെ കുളിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങള്, അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ നിയമങ്ങളുണ്ട്, അത് ലംഘിക്കാൻ വേണ്ടി പാടില്ല എന്ന് നമ്മൾ ശാഠ്യം പിടിക്കണ്ട. അവിടെ നമ്മൾ യൂസ് ചെയ്യുക, നോർമലൈസ് ചെയ്യുക. അത് സാധാരണ സംഭവങ്ങളല്ലേ. പിന്നെ നമ്മുടെ നിയമങ്ങളെയൊക്കെ അവിടെ ന്യൂട്രലൈസ് ചെയ്യുക, അതൊന്ന് നിർവീര്യമാക്കി നിർത്തുക. അപ്പം ഇപ്പോ ചില കുട്ടികൾ പറയും എനിക്ക് ഡാൻസ് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പൊ അവരടുത്ത് നീ ഒരു 2 സ്റ്റെപ്പ് വെക്ക് നോക്കട്ടെ, കളിക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോ അവര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? നന്നായി കളിക്കുന്നുണ്ടല്ലോ, ഇനിയും നീ കളിക്ക്. പക്ഷെ 100% ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അവിടെ കമ്പൽ ചെയ്യണ്ട. ശരി, അവന് ഡാൻസ് വരുന്നില്ല, അവന് താല്പര്യമില്ല, ഓക്കെ, അത് നോർമലായി കണ്ടാൽ മതി. മറ്റൊരാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിലെ മക്കൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ വലുതാക്കണ്ട. എന്താണ്? നോർമലൈസ് ആൻഡ് ന്യൂട്രലൈസ്. ഈ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഏറ്റവും ലാസ്റ്റ് വരുന്നത് T ആണ്, ട്രാൻസ്ഫോം. സുലൈഹ നമുക്ക് ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്, ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ അകത്ത് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ഇഷ്യൂസ്, അതായത് കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങളെ നമുക്ക് പരമാവധി ഒഴിവാക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് വാം എന്ന പോയിന്റ് കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നിർത്തും. വാം, WARM.
WARM, വാം. ഇതില് W എന്ന് ഉദ്ദേശിക്കുന്നത് വിറ്റ്നസ് ആണ്. ഇപ്പോ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിയുടെ കയ്യില് ഫോണില്ല, പക്ഷെ അവള് ഒരു കാമുകൻ അവൾക്ക് വാങ്ങി കൊടുക്കണ ഒരു ഫോണ്, അതിലവള് സംസാരിക്കുന്നു, ആ മൊബൈല് നമ്മളെ കയ്യിൽ കിട്ടി. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യണ്ടേ? ചിലതൊക്കെ വ്യക്തമായി, ശക്തമായും വ്യക്തമായും ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. അത് നമ്മൾ എന്ത് ചെയ്യുക? സ്നേഹത്തോടു കൂടി അവിടെ നമ്മള് W, വിറ്റ്നസ് എന്ന ആ ഭാഗത്ത് നമ്മൾ വൃത്തിയായിട്ട് യൂസ് ചെയ്യുക. ആ തെളിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ആ തെറ്റ് തിരുത്താൻ നമ്മൾ ഏത് രീതിയിലാണോ ശ്രമിക്കേണ്ടത് അത് ചെയ്യുക. വ്യക്തമായ ആ കുട്ടിക്ക് ബോധ്യപ്പെടണം. 2, വാമിലെ എ എന്നത് അലവ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ വിഷമങ്ങളോ അവരുടെ ഫീലിങ്സോ അവരുടെ എക്സ്പ്രഷൻസുകൾ എന്താണെങ്കിലും അതെല്ലാം നമ്മളോട് കൊണ്ടുവന്ന് പറയാനുള്ള ഒരു ഫ്രീ സ്പേസ് അലോ ചെയ്യുക. എ എന്നത് അലോ എന്നാണ്, നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുക. അതിനുള്ള സ്പേസ് നമ്മൾ എപ്പോഴും അവിടെ ഉണ്ടാക്കി കൊടുക്കണം. 3-മത്തത് R, റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാരന്റ് ആണ്, ഞങ്ങൾ പാരന്റ്സ് ആണ്, നിങ്ങൾ കുട്ടികളാണ്. ഞങ്ങൾ ഇവിടെ വലിയവരാണ്, നിങ്ങൾ ചെറിയവരാണ്. ഞങ്ങൾക്ക് അനുഭവവും അറിവും കൂടുതലാണ്, നിങ്ങൾക്ക് അതൊന്നുമില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുക? ഐ റെസ്പെക്ട് യു, യു റെസ്പെക്ട് മീ. ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് നീയും എന്നെ റെസ്പെക്ട് ചെയ്യും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അതിനാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളൊരു സ്റ്റേൺ ആയിട്ട് നിന്നിട്ട് എല്ലാവരും ഇങ്ങോട്ട് അനുസരിക്കുക എന്നതിനേക്കാൾ നമ്മൾ അങ്ങോട്ടും കൊടുക്കുക, ഇങ്ങോട്ടും കൊടുക്കുക. ഇതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രഡീഷണൽ പാരന്റിങ് ആണെങ്കിൽ അവിടെ എപ്പോഴും ഡോമിനന്റ് ആയിരിക്കും ഉണ്ടാകുക. കോൺഷ്യസ് പാരന്റിങ്ങില് റെസിപ്രോക്കൽ ആയിരിക്കും ഉണ്ടാകുക. എന്നുവെച്ചാൽ ഇവിടെ പാരന്റിങ് ആണ് നടക്കുന്നത്, പക്ഷെ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ബോധപൂർവം അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ അംഗീകരിക്കും. അതായത് കോൺഷ്യസ് പാരന്റിങ് ആണെങ്കിൽ എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും എല്ലാം അറിയില്ല, അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കും. ഇത് കോൺഷ്യസ് പാരന്റിങ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ലെവലിലേക്ക് നമ്മളെ മാറ്റിയെടുക്കും. അപ്പൊ അത് കുട്ടികളിലും വലിയൊരു മാറ്റം വരും. മക്കൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പൊ ഒരു തരത്തിലും നമ്മള് ഇടപെടാതെ പൂർണ്ണമായും അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വ്യൂവിൽ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കണം, അവരെ സ്നേഹിക്കണം എന്നാണ് അവരെ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി മക്കൾ നമ്മളിലേക്ക് വരും. ഏറ്റവും ലാസ്റ്റ് M എന്ന് പറയുന്നുണ്ട്, അത് മെന്റ്. വാമില് M എന്ന് പറയുന്നത് മെന്റ് ആണ്. അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, എന്തെങ്കിലും ഒരു നോ പറയേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവിടെ നോ എന്ന് തന്നെ പറയുക. ഇപ്പൊ ചിലപ്പോ രാത്രിയൊക്കെ പുറത്തെവിടെങ്കിലും ഒരു സൗണ്ട് കേട്ടു, നമുക്ക് വേണമെങ്കിൽ ഒരു ടോർച്ച് എടുത്തിട്ട് ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ട് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഇതേ ഉള്ളൂ, ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. പക്ഷെ ആ കുട്ടി അത് തിരിച്ചറിയട്ടെ. അകത്തിരുന്ന് പേടിച്ച് നമ്മൾ ഓവർ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്ത് നോക്കുന്നതിനേക്കാളും അവരെ നേരിട്ട് വന്ന് അത് മനസ്സിലാക്കട്ടെ. പിന്നെ നമ്മൾ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു നിർത്തുകയാണ്, ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. മക്കൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിലൂടെ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് വന്നു കഴിഞ്ഞാൽ അതിന് അവർ തന്നെയാണ് റെസ്പോൺസിബിലിറ്റി, അതിന് അവരാണ് റെസ്പോൺസിബിൾ എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഫ്രീഡം തന്നില്ല എന്നില്ല, പക്ഷെ അതിലൂടെ അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റുകയാണെങ്കിൽ അപ്പൊ അവര് തന്നെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അവരിലേക്ക് വരികയാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കണക്ഷൻ നഷ്ടപ്പെടില്ല എന്നാണ്, അല്ലെങ്കിൽ കണക്ഷൻ വീണ്ടെടുക്കാം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിത് ഉപകരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു. മാമിലേക്ക് പോകണം.
താങ്ക് യു ഷാമിനി മാം. പാരന്റിങ് എന്നുള്ള ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതൊരു ഷോർട്സിലൂടെ പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പലപ്പോഴും അത് പ്രായോഗികമാക്കാറില്ല എന്നതാണ് വാസ്തവം. സോ നമ്മളുടെ ബിമാജിക്കിലുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിലോട്ട് ഒന്ന് വരുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സിന്ധു മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാമോ? ഓക്കെ, താങ്ക് യു. ഷാമിനി നല്ല അടിപൊളി ഒരു സെക്ഷനാണ് എടുത്തത്. ആദ്യം ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സ്പീഡപ്പ് ആക്കായിരുന്നു. പറഞ്ഞു നമുക്ക് ഫീഡ്ബാക്ക് പറയാനുള്ള സമയമില്ല, 23 അപ്പൊ ഓക്കെ, എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തിട്ടാണ് ഷാമിനി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കേട്ട മെസ്സേജ് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ, നമുക്കൊരു എന്താ പറയാ, നമ്മളെ സമൂഹത്തില് നമ്മളെ പരിസരത്തുള്ള കുറച്ച് പേരെങ്കിലും നമുക്ക് മാറ്റാൻ സാധിച്ചാൽ നമ്മളൊരു സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന ആ ഒരു സൂയിസൈഡിന്റെ പ്രവണതയെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കാരണം അറിയാലോ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളടുത്തുനിന്ന് വരുന്ന പാകപ്പിഴകൾ തന്നെയാണ്. അതുപോലെ ഇതിൽ ഷാമിനി ഒരു പോയിന്റ് പറഞ്ഞത് ഞാൻ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടെന്താ വെച്ചാല്, കുട്ടികൾ ഒരു പരീക്ഷയിൽ തോറ്റു വരുന്ന സമയത്ത് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ അവരെ സപ്പോർട്ട് ചെയ്യും വിധത്തില്. കാരണം തോറ്റില്ലേ, സാരല്ല, നമുക്കൊരു പ്രാവശ്യം കൂടി ഒന്ന് എഴുതി നോക്കാം, മോൻ കുറെ പരിശ്രമിച്ച് അല്ലെങ്കിൽ മോള് കുറെ പരിശ്രമിച്ച് എന്നിട്ട് തോറ്റതല്ലേ, സാരില്ല, ഡോണ്ട് വറി, നമ്മൾ അതാണ്ട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും എന്റെ കൂടെ ഉണ്ട് എന്റെ രക്ഷിതാക്കൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ സൂയിസൈഡ് എന്നുള്ള ആ ഒരു പ്രവണതയെ കുറയ്ക്കാൻ പറ്റും. അതല്ല മറിച്ച് നമ്മള് അവരോട് ദേഷ്യത്തിൽ അല്ലെങ്കിൽ എനിക്കറിയാം നീ ഇത്രയൊക്കെ തന്നെ ചെയ്യുള്ളൂ, നീ എന്താ പഠിച്ചിട്ടുള്ളത്, നമ്മൾ വെറും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണെങ്കിൽ ആ കുട്ടികളെ മനസ്സ് വേദനിക്കുകയും അവരേനെ ആ ഒരു പ്രവണതയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു പോയിന്റിക്ക് നല്ല മനസ്സിലായിട്ടുണ്ട്, നല്ല ഇഷ്ടായി. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഷാമിനി, താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സംസാരിച്ചോളൂ കേട്ടോ. സിന്ധു മാം കഴിഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്താൽ സംസാരിച്ചോളൂ. മാജിക് മോർണിംഗ് ഓൾ. മാജിക് മോർണിംഗ് മാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാം. നമ്മുടെ ഡെയിലി ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാം ഇത്രയും വളരെ അക്യുറേറ്റ് ആയിട്ട് ഇത്രയും ചെറിയ സമയത്ത് ഒരുപാട് എലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിന് വളരെ താങ്ക്സ് ഉണ്ട്. നമ്മള് ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകൊണ്ട് നമുക്കത് ശരിക്കും ഉള്ളിലേക്ക് കയറുമല്ലോ. നമ്മള് ചെറിയ കുട്ടികളാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും ഒക്കെ അപ്പൊ നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടേതാണ് ശരി എന്നുള്ള ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മളെ അവരെ ഒപ്പോസ് ചെയ്യണമെന്നിപ്പോ നമുക്ക് മനസ്സിലായി. ഞാനാണ് ശരി എന്നുള്ള കാര്യം മാറ്റണം എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ നമ്മള് മാറി വരാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മള് കോൺഷ്യസ് പാരന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചം കിട്ടും എന്നുള്ളത് തന്നെ ഇപ്പോ മാം പറഞ്ഞു മനസ്സിലാക്കി തന്നല്ലോ. അതുപോലെ ഐ റെസ്പെക്ട് യു, യു റെസ്പെക്ട് മീ, ആ ഒരു പോയിന്റിൽ നമുക്ക് നീങ്ങുകയാണെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാവുക, നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യേണ്ട 4 പോയിന്റ്സ് മാം പറഞ്ഞല്ലോ. വെന്റ്, വാലിഡേറ്റ്, പിന്നെ എമ്പതി, പിന്നെന്താ പറഞ്ഞ നോർമലൈസ് ആണോ പറഞ്ഞിരുന്നേ? ന്യൂട്രലൈസോ? ലാസ്റ്റ് പറഞ്ഞ ട്രാൻസ്ഫോം, നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതാണോ പറഞ്ഞിരുന്നേ? നമ്മളായിട്ട് അതെ, നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മളിൽ മാറ്റം വരുത്താൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. അതെ, അവിടെ നമ്മളെ മാറ്റം വരുത്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും നമ്മളാണ് ശരി എന്നുള്ള. അപ്പൊ ഭയങ്കര താങ്ക്സ് ഉണ്ട് ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തതിന്. പാരന്റിങ്ങിന്റെ ഒരു ക്ലാസ് കിട്ടിയെങ്കിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നതാണ്. താങ്ക്സ് മാം. താങ്ക് യു സമീറ മാം. താങ്ക് യു സമീറ മാം. നസീറ മാം സംസാരിച്ചോളൂ.
ഹലോ, താങ്ക് യു മാം, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ മകനൊക്കെ മാർക്ക് കുറയുമ്പോൾ ഞാൻ പറയുന്ന വാക്ക് തന്നെ മാം ആദ്യം പറഞ്ഞു തന്നത്. പരീക്ഷയിൽ എങ്ങനെയാ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക, ഫോണിലല്ലേ കളി, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താ പറയേണ്ടതെന്ന് മാം പറഞ്ഞു തന്നു. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഫീഡ്ബാക്ക് പറയാൻ ഇനിയും ആളുകളുണ്ട്. ഞാൻ ഒരുപാട് തിരിച്ച് കൊണ്ടുപോയി. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആണ് മാം. ഇതുപോലെ ഇനിയും ക്ലാസ്സുകൾ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു നസീറ മാം. ഹക്കീം സർ സംസാരിച്ചോളൂ. ഹക്കീം സാർ ഹാൻഡ് റൈസ് ചെയ്ത് കണ്ടിരുന്നു. സംസാരിക്കുന്നുണ്ടോ സർ? താങ്ക് യു അബിത മാം. സർ സർ ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ ഗ്രൂപ്പില്? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എന്റെ പേര് എന്റെ സ്വദേശം എറണാകുളത്ത് ബിസിനസ് ചെയ്യാണ്. അപ്പോ ഈ ഒരു ഗ്രൂപ്പ് എക്സ്ക്യൂസ് മീ സർ, വോയിസിന് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്യാവോ? സർ ഓഡിബിൾ ആണ്, ബട്ട് എന്തോ ഒരു സെക്കൻഡ് വോയിസ് വരുന്നുണ്ട്. എനിവേ, പിന്നെ ക്ലാസ് ആയിരുന്നു. പിന്നെ വളരെ നല്ല ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തു. കുറെ സംസാരിക്കാനുണ്ടെങ്കിൽ പോലും പിന്നെ ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ്. പിന്നെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാല് ഈ പാരന്റിങ്ങില് ഒരു മെയിൻ പ്രശ്നം ഞാൻ കണ്ടെടുത്തോളം ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. അതായത് പിന്നെ ഈ പാരന്റിൽ അവർക്ക് ഒരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാലത്ത് ഞാൻ ജീവിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല, അപ്പൊ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഒരു തോന്നലാണ്. അല്ലെങ്കിൽ അവരൊരു ഒരു ജനറേഷനായി പുതിയ ജനറേഷനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് അധിക സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രശ്നം. അപ്പൊ അതിന്റെ ഇതാണ്. അപ്പൊ ആ ഒരു പോയിന്റ്, ഇത് പഴയ സോങ്ങും പുതിയ സോങ്ങും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ല. പഴയ സോങ്ങിന്റെ സോങ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പുതിയ സോങ് കെട്ടിപ്പൊടി കെട്ടിപ്പൊടി ഇടാന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ റിലവന്റ് ആണ്. കാരണം ഈ പാരന്റിങ്ങിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജനറേഷൻ ഗ്യാപ്പാണ്. അത് പുതിയ ജനറേഷനെ പഴയ ജനറേഷന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതുപോലെ പഴയ ജനറേഷൻ പുതിയ ജനറേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഗ്യാപ്പാണ് പാരന്റിങ്ങിൽ ഒരു വലിയ പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ എക്സാമ്പിൾ സഹിതം ഒരു വളരെ സോങ്ങിന്റെ ഇതുപോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വിവരിച്ചെന്നു. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു അഖിൽ സർ. നമ്മുടെ ഫീഡ്ബാക്ക് പറയാൻ മുന്നോട്ട് വന്നതിലും ഷാമിനി മാമിനെ എൻകറേജ് ചെയ്തതിലും വളരെ നന്ദി. നമുക്ക് 30 ആയിട്ടുണ്ട്, നമ്മുടെ ടൈം ഔട്ടിന്റെ ടൈമാണ്. ഇനി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം കേട്ടോ. എനിവൺ? ഷാനി മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. ഇപ്പോഴും ഈ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യണതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന്, അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളിൽ തന്നെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളതൊക്കെ ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരുന്നപ്പോ മനസ്സിലായി. നല്ല ക്ലാസ്. ഇനി ഇതേപോലെ അടുത്ത ഒരു നല്ലൊരു വിഷയമായിട്ട് വരണം. ഓക്കെ മാം, താങ്ക് യു. വരാം. താങ്ക് യു മാം. അതെ. ഇനി ഫീഡ്ബാക്ക് വരാൻ ആരുമില്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് 30 ആണ് നമ്മുടെ ടൈം, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഫീഡ്ബാക്സ് എല്ലാം അറിയിച്ചവർക്കും നന്ദി. ഷാമിനി മാം, ഇങ്ങനെ ചൂസ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കഷൻ സെഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള അവസരങ്ങളുണ്ട്. നെക്സ്റ്റ് ചൊവ്വയും വ്യാഴമാണ് നമ്മൾ നോർമലി ഡിസ്കഷൻ ഡേയിൽ എടുക്കാറ്. സോ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരും കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ അങ്ങനെയാണെങ്കിൽ? Thank you so much all. Have a nice day too. ഓക്കെ, താങ്ക് Thank യു. you, ma'am. Thank you all. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you.